ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് തമിഴകത്തിൻ്റെ മണ്ണിൽ നിന്നും വെള്ളിത്തിര ഇളക്കി മറിച്ച് മലയാളിയുടെ മനസ്സ് കീഴടക്കിയ ഒരു അതുല്യ പ്രതിഭയെക്കുറിച്ചാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ പുതിയ വീഡിയോകൾക്കായി ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് ഞെക്കി വെക്കുക. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. 1974 ജൂൺ 22 ഇദ്ദേഹം ജനിച്ചിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ അച്ഛനമ്മ എന്ന് പറയുന്നത് തികച്ചും ഒരു ഫിലിമുമായി ബന്ധപ്പെട്ട ഒരു ഫിലിം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒരു ഫാമിലി ആയിരുന്നു. ചെറുപ്രായത്തിൽ നിന്നും മറ്റു കുട്ടികളിൽ നിന്നും ഇദ്ദേഹത്തെ വ്യത്യസ്തമാക്കിയത് ഏതൊരു കാര്യത്തിനോടുള്ള ഇദ്ദേഹത്തിന്റെ ഒരു മനോഭാവമായിരുന്നു. മറ്റാരുമല്ല, തമിഴകത്തിന്റെ മണ്ണിൽ നിന്നും മലയാളി മനസ്സ് കീഴടക്കിയ നമ്മുടെ സ്വന്തം ഇളയ ദളപതി വിജയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പിന്നീട് കാലങ്ങൾ കടന്നുപോയി തന്റെ അനിയത്തിയുടെ മരണശേഷം വിജയ് വല്ലാത്തൊരു ഡിപ്രഷൻ അവസ്ഥയിലേക്ക് മാറി. തന്റെ അനിയത്തിയുടെ മരണം വിജയെ ഒരു വല്ലാത്തൊരു ഡിപ്രഷൻ അവസ്ഥയിലേക്ക് തള്ളിവിട്ടു. അദ്ദേഹത്തിന്റെ എല്ലാ സന്തോഷവും അവസാനിച്ചൊരു നിമിഷമായിരുന്നത്. ഈ അവസ്ഥയിൽ നിന്നും വിജയെ കരകയറ്റാനായി വിജയുടെ അച്ഛൻ അദ്ദേഹത്തെ ഒരു സിനിമയിൽ അഭിനയിപ്പിച്ചു. 1984 പുറത്തിറങ്ങിയ വെട്രി എന്ന ഫിലിമിൽ ഒരു കുട്ടി കഥാപാത്രം അവതരിപ്പിച്ചുകൊണ്ട് വിജയ് വെള്ളിത്തിരയിൽ അരങ്ങേറി. എന്നാൽ ഈ ഫിലിം ചിത്രീകരണ സമയത്ത് മാത്രമേ വിജയ് വളരെ ആക്റ്റീവ് നിൽക്കുന്ന അച്ഛനെ കാണാൻ കഴിഞ്ഞുള്ളൂ. ഫിലിമിന്റെ ആ ഒരു ഷൂട്ടിംഗ് കാര്യങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും വിജയ് പഴയ ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു ഡിപ്രഷൻ അവസ്ഥയിലേക്ക് തന്നെ മാറുകയായിരുന്നു. പിന്നീട് വർഷങ്ങൾ കടന്നുപോയി. തന്റെ കോളേജ് പഠന സമയത്ത് വിജയിയുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരികയാണ്. എന്തുകൊണ്ട് എനിക്കൊരു ഫിലിം ആക്ടർ ആയിക്കൂടെ, എന്തുകൊണ്ട് എനിക്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ സക്സസ് ആയിക്കൂടെ, എന്തുകൊണ്ട് എനിക്കൊരു ആക്ടർ ആയിക്കൂടെ എന്നുള്ള ചിന്ത വിജയുടെ മനസ്സിലേക്ക് വരികയാണ്. അങ്ങനെ ഇതിനായി തന്റെ കോളേജ് പഠനം വരെ അദ്ദേഹം ഉപേക്ഷിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ കോളേജ് പഠനം വരെ അദ്ദേഹം ഉപേക്ഷിച്ചു. അദ്ദേഹം അച്ഛനോട് കാര്യം പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഫിലിമിൽ അഭിനയിക്കണം. അപ്പോൾ ആ സമയത്ത് അച്ഛൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഫിലിം ഇൻഡസ്ട്രിയുടെ നെഗറ്റീവുകളായിട്ടുള്ള എല്ലാ വശങ്ങളായിരുന്നു വിജയ്ക്ക് അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം എല്ലാവർക്കും ഈ ഒരു ഫിലിമിന്റെ പോസിറ്റീവ് വശങ്ങൾ മാത്രമേ അറിയായിരുന്നുള്ളൂ. അപ്പം ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയുടെ സക്സസ് ആവാത്ത, അതിൽ വളരെ രീതിയിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങൾ, ഏതൊക്കെ രീതിയിൽ നെഗറ്റീവ് ഉണ്ടായി, ഇങ്ങനത്തെ എല്ലാവിധ നെഗറ്റീവ് വശങ്ങളാണ് അച്ഛൻ ആദ്യം തന്നെ വിജയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 1992 തന്റെ അച്ഛൻ തന്നെ നിർമ്മിച്ച നാളെ എതിർപ്പ് എന്ന ഫിലിമിൽ വിജയ് തന്റെ കരിയറിന് തുടക്കം കുറിച്ചു. എന്നാൽ ഈ ഒരു ഫിലിം വിചാരിച്ചതുപോലെ ഫലം കണ്ടില്ല. എങ്ങു നിന്നും എതിർപ്പുകളും നെഗറ്റീവുകളും മാത്രമായിരുന്നു ഇദ്ദേഹത്തിന് കേൾക്കാൻ കഴിഞ്ഞത്. ചിത്രം പുറത്തിറങ്ങിയ 2 ദിവസത്തിനകം തന്നെ വലിയ രീതിയിലുള്ള നെഗറ്റീവായിരുന്നു വിജയ്ക്ക് കേട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ആ ഒരു ക്രിസ്മസ് ദിവസത്തിൽ വിജയ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാത്രി മുഴുവൻ വിജയ് എല്ലാവരും ഈ ഒരു ക്രിസ്മസ് ആഘോഷിക്കുന്ന സമയത്തും നല്ല രീതിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പയ്യനെ കൊണ്ട് ഒന്നിനും കഴിയില്ല, ഈ പയ്യൻ അഭിനയിക്കാൻ അറിയില്ല, ഇങ്ങനെയുള്ള നെഗറ്റീവ് വാക്കുകൾ മാത്രമാണ് വിജയ്ക്ക് എല്ലാ ഭാഗത്തു നിന്നും കേൾക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഏറ്റുവാങ്ങിയ ഈ ഒരു നെഗറ്റീവിൽ നിന്നും വിജയ് ഒരു തീരുമാനം എടുത്തു. തനിക്കൊരു കരിയർ ഉണ്ടെങ്കിൽ, തനിക്കൊരു സക്സസ് ഉണ്ടെങ്കിൽ അത് ഫിലിം ഇൻഡസ്ട്രിയിൽ കൂടെ മാത്രമായിരിക്കുന്നു വിജയ് അന്നൊരു തീരുമാനം എടുത്തു. നാളെ ലോകം അറിയപ്പെടുന്ന ഒരു നടനായി മാറുമെന്ന് വിജയ് അന്നൊരു ശബ്ദം എടുക്കുകയാണ്. അന്ന് ആ ഒരു ഉറച്ചൊരു തീരുമാനം വിജയ് അന്ന് എടുക്കുകയാണ്. അങ്ങനെ 2004 പുറത്തിറങ്ങിയ ഗില്ലി എന്ന ഫിലിമിൽ ശക്തമായ ഒരു തിരിച്ചുവരവോടുകൂടി, ശക്തമായ മിന്നും പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് വിജയ് വെള്ളിത്തിരയിലേക്ക് തിരിച്ചു വരികയാണ്. ഒരു സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് വിജയ് മാറുകയാണ്. തന്റെ അഭിനയ മികവ് കൊണ്ട് മാത്രം വിമർശിച്ച ആളുകളെ കൊണ്ട് വിജയ് കൈയടിപ്പിച്ച ഒരു ചരിത്ര നിമിഷമായിരുന്നു അത്. പിന്നീടുള്ള ഓരോ മൂവികളിലും വിജയ് വിജയങ്ങൾ കൊയ്തുകൊണ്ടേയിരുന്നു. ഇന്ന് വെള്ളിത്തിര കീഴടക്കി, മലയാള മനസ്സുകൾ കീഴടക്കി, ഇളയ ദളപതി എന്നുള്ളൊരു ഓമന പേരിൽ വിജയ് അറിയപ്പെടുകയാണ്. എന്നാൽ വെള്ളിത്തിരയ്ക്കപ്പുറം, ഫിലിം ഇൻഡസ്ട്രികൾക്കപ്പുറം ഒരുപാട് ചാരിറ്റബിൾ പ്രവർത്തനങ്ങളിൽ വിജയ് ഏർപ്പെടുന്നുണ്ട്. വിജയ് പീപ്പിൾ ഓർഗനൈസേഷൻ എന്നുള്ള സംഘടന ഇതിനായി പ്രവർത്തിച്ചു വരുന്നു. ഇദ്ദേഹത്തിന്റെ കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് തമിഴകം ഇളക്കി മറിക്കുന്ന, മലയാളി മനസ്സുകൾ കീഴടക്കിയ ഇളയ ദളപതിയായി മാറാൻ വിജയ്ക്ക് കഴിഞ്ഞത്. ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കാം. ഫ്ലൈ അബവ് നെഗറ്റിവിറ്റി. അതായത് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിനെ വിമർശിക്കാനും നെഗറ്റീവ് അടിക്കാനും ഒരുപാട് ആളുകളുണ്ടാവും. എന്നാൽ അതിന് മുകളിലൂടെ നമ്മൾ പറക്കുക. അവയൊന്നും വകവെക്കാതെ, അവയൊന്നും ചെവി കൊടുക്കാതെ, ദൃഢനിശ്ചയത്തോടുകൂടി സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. തീർച്ചയായും ഒരു ദിവസം നിങ്ങളും വിജയിക്കുക തന്നെ ചെയ്യും. ഇദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. ഒട്ടനവധി ഫിലിമുകളിൽ ഒട്ടനവധി അവാർഡുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇദ്ദേഹം ഇന്നും മിന്നും പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇദ്ദേഹത്തിന്റെ ജീവിതം എല്ലാവർക്കും ഒരു പാഠമാവട്ടെ. ഈ ഒരു വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ് ഈസ് മീ സൈനിങ് ഓഫ് ഫാസിൽ. ബൈ.